അങ്ങനെ നമ്മുടെ വിഴിഞ്ഞം പോർട്ടാണ്, അദാനിയുടെ വിഴിഞ്ഞം പോർട്ട് കേട്ടോ. അപ്പോൾ എടുത്തോ, ഇങ്ങനെ എടുക്കുക, ഇളക്കുക, ഇളക്കിയിട്ട് എഴുതുക. വീണ്ടും മീൻമുട്ട ഇങ്ങനെ എടുക്കുക, മുളകും എല്ലാം കൂടെ അങ്ങോട്ട് ചേർത്തൊരു പിടി പിടിക്കുക. എന്നിട്ട് കഴിഞ്ഞാൽ സമൂറ് ഗ്രില്ല് ചെയ്ത് ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ. വിഴിഞ്ഞം പോർട്ടിൻ്റെ വീഡിയോ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതെന്നാണ് കാണിച്ചു വെച്ചേക്കുന്നത്? അക്രമം. ഇങ്ങനെ ബെഞ്ചാരോ വ്ലോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഒരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നമ്മൾ വിഴിഞ്ഞത്താട്ടോ. ഒന്നും പറയണ്ട മക്കളെ, വിഴിഞ്ഞത്ത് അതിമനോഹരമായ അതിരുചികരമായ ഫുഡുകൾ കഴിക്കാൻ വേണ്ടി വന്ന കേട്ടോ. നമ്മുടെ നല്ല ഫിഷ് കൊണ്ടുള്ള അതിമനോഹരമായ അല്ലെങ്കിൽ അതിരുചികരമായ ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ, കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾ വിഴിഞ്ഞത്തോട്ട് വന്നാൽ കേട്ടോ. ഒരു രക്ഷയില്ല. വിഴിഞ്ഞത്ത് അതിരുചികരമായ ഫിഷ് കൊണ്ടുള്ള ഒരു കടയുടെ ചാകര കേട്ടോ. കുറേയേറെ കടകളൊക്കെ ആയിട്ട് ധാരാളം ആൾക്കാരാട്ടോ ഈ പാതിരാത്രി 12 മണിക്കുമൊക്കെ വരുന്ന കേട്ടോ. 12-1 മണിയൊക്കെ ആകുമ്പോഴാണേലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിറച്ച് ആൾക്കാരാണ്, ക്യൂ ആണ്. മേലെ ഉസ്താദിലൊക്കെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു 19 പേര് ക്യൂ തന്നെ കാണും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് തന്നെ കിട്ടത്തുള്ളൂ. അപ്പം അതുപോലുള്ള അതിരുചികരമായ ഫുഡുകൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഴിഞ്ഞത്തേക്ക് വരിക. ഇന്ന് വിഴിഞ്ഞത്തിൻ്റെ വിശേഷങ്ങളാണ്. വിഴിഞ്ഞത്തു നിന്നുള്ള അടിപൊളി വീഡിയോകളുമായി കാണാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക്. വിഴിഞ്ഞം പോർട്ടും കണ്ടുകൊണ്ട് നമ്മുടെ മീൻമുട്ടയും അതുപോലെ തന്നെ ചിപ്പിയും വന്നിട്ടുണ്ട് കേട്ടോ. മോനെ പൊറോട്ടയും അതുപോലെ തന്നെ അപ്പവും ഗ്രേവിയും സലാഡും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ വിഴിഞ്ഞത്തെ സ്പെഷ്യൽ സാധനങ്ങൾ കേട്ടോ. ഈ മീൻമുട്ടയും അതുപോലെ തന്നെ ഈ ചിപ്പിയും. അതുപോലെ തന്നെ ചിപ്പി ഇങ്ങനെ അങ്ങോട്ട് പിടിച്ച് ഞങ്ങളുടെ എടുത്ത് ഞങ്ങളുടെ അരുണ് ആദ്യമായിട്ടാട്ടോ ഞങ്ങൾ ഇവിടുത്തെ കഴിക്കാൻ വരുന്നത്. അപ്പോൾ പിന്നെ അത് വിഴിഞ്ഞം പോർട്ടൊക്കെ കണ്ടുകൊണ്ടുള്ള കഴിപ്പാണ് കേട്ടോ, ഒന്നും പറയണ്ട. അപ്പോൾ എടുത്തോ, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ കഴിക്കുക. എങ്ങനെ കഴിക്കുന്നത്? ഇങ്ങനെ എടുക്കുക, ഇളക്കുക, ഇളക്കിയിട്ട് എഴുതുക. വീണ്ടും മീൻമുട്ട ഇങ്ങനെ എടുക്കുക, മുളകും എല്ലാം കൂടെ അങ്ങോട്ട് ചേർത്തൊരു പിടി പിടിക്കുക. എന്നിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ സമൂറ് ഗ്രില്ല് ചെയ്ത് ഐറ്റം വന്നിട്ടുണ്ട് കേട്ടോ. നാരങ്ങയിൽ നീരില്ലേടാ, വാടായി കൂടെ. സൈഡ് വരികൂ. അങ്ങനെ അപ്പോൾ വിഴിഞ്ഞം പോർട്ടിൻ്റെ അടുത്തിരുന്ന് ഫുഡ് കഴിക്കുന്നു. വിഴിഞ്ഞം പോർട്ട് ഫിഷ്, വിഴിഞ്ഞം പോർട്ട് ഫിഷാണ് അവിടെ. ഇത് അതോ പോത്ത് ഫിഷാണോ? കഴുകി കൊള്ളോ. അതിനെക്കാട്ടും നല്ല. നിങ്ങൾക്ക് അപ്പം വേണ്ട? ഈ മീൻ തന്നെ എങ്ങനെയാടാ കഴിക്കുന്നത്? മീൻ തന്നെ കഴിക്കണം ആണോ? അപ്പോൾ അങ്ങോട്ട് എടുത്ത്
അപ്പോൾ മീൻ കറി എങ്ങനെയാണ്? നല്ല ചൂട് അമ്മൂറായിട്ട് അപ്പം കൂട്ടി ആ കൊള്ളാം. പച്ചക്കറി ആ പറടാ പച്ചക്ക് ആ ഓ കൊള്ളാം. അപ്പൂന് ഈ പ്രാവശ്യം വറുത്തതും പൊരിച്ചതും വേണ്ട, ചുട്ടത് മതിയെന്ന് പറഞ്ഞ് അതിന് മേടിച്ച കേട്ടോ. അതെ 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 നല്ല ഒന്നും പറയണ്ട, അടിപൊളി സാധനം. ഒരു ഹമൂറിൻ്റെ അവസ്ഥ കണ്ടോ, ഒരു രക്ഷയില്ല മക്കളെ. നേരെ പിടിച്ച് കളഞ്ഞു, മുഴുവൻ വലിച്ച് പറിച്ച് കളഞ്ഞു, നശിപ്പിച്ച് കളഞ്ഞു. ഒരുത്തിൻ്റെ ഇരിപ്പ് കണ്ടോ. ഫോട്ടോ എടുക്കുക, വിഴിഞ്ഞം പോർട്ടിൻ്റെ വീഡിയോ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതെന്നാണ് ഈ കാണിച്ചു വെച്ചേക്കുന്നത്? അക്രമം ഇങ്ങനെ ചെയ്യല്ലടാ കേട്ടോ. ഒരു മീനോട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ മോശമാടാ ഇങ്ങനെ കേട്ടോ. കൈയിട്ട് വാരുമായിരുന്നടാ. ഇനി അതിന് എടുക്കാറുണ്ട്. ഈ പാവം മീനിൽ നിന്ന് ഇനി എടുക്കാനുണ്ടെന്ന് അവന്മാർ പറയുന്നത് കേട്ടോ. അപ്പോൾ സെറ്റ്. അപ്പോൾ അടുത്ത ഫുഡ് കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ വിഴിഞ്ഞം പോർട്ടാണ്, അദാനിയുടെ വിഴിഞ്ഞം പോർട്ട് കേട്ടോ. ഒന്നും പറയണ്ട മക്കളെ. നമ്മുടെ ആ ഫുഡ് കഴിക്കുന്നിടത്തുനിന്ന് കുറച്ച് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. എങ്ങനെയുണ്ട് വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ച് രണ്ട് വാക്ക് പറയൂ. ഇരുട്ടാണ്. ഞങ്ങളവിടെ രാത്രി ഇപ്പുറത്തൂടെ വന്നു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് കാണാം കേട്ടോ. ഞങ്ങളവിടെ വിഴിഞ്ഞത്ത് ഫുഡ് കഴിക്കാൻ വന്നത്. അവിടുന്ന് കുറച്ച് മുമ്പോട്ട് നടന്നു കഴിയുമ്പോഴത്തേനെ അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റിയ അതിമനോഹരമായ വിഴിഞ്ഞം പോർട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വെട്ടമില്ല, വെട്ടവും വെളിച്ചമൊന്നുമില്ല. നല്ല ഫുഡായിരുന്നല്ലേ? ആ ദഹിപ്പിക്കാൻ വേണ്ടി നടന്നല്ലേ. ഒന്നും കൂടെ കഴിച്ചിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഉമ്മാർ നിൽക്കുക കേട്ടോ. ഞാൻ പറഞ്ഞാൽ മതി പോകാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല, ഉമ്മാർക്ക് ഇനിയും കഴിക്കണമെന്ന്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകുമ്പോൾ അടുത്ത ഹോട്ടലിൽ കയറി ഒന്നും കൂടെ കഴിച്ചിട്ടേ പോകത്തുള്ളൂ കേട്ടോ. അപ്പം ദഹിപ്പിക്കാൻ വേണ്ടി ഇവിടെ വരെ വന്നിട്ടല്ലേ കുറച്ചും കൂടെ കഴിച്ചിട്ടേ പോകുന്നുള്ളതെന്നാണ് ഇവരൊക്കെ പറയുന്നത്. ഓ സീ ഫുഡ് ഓ ഇരുട്ടാ കേട്ടോ, ഭയങ്കര ഇരുട്ടാ മോനെ. വീട്ടിൽ നമ്മുടെ കൂന്തൽ വന്നിരിക്കുകയാണ്, അതുപോലെ തന്നെ സവാള വന്നിരിക്കുകയാണ്. അടുത്ത് പൊറോട്ട വേണ്ട, പത്തിരി. ആ പൊറോട്ട തിന്നും മടുത്ത്, അത് കാരണം പൊറോട്ട വേണ്ടത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ പത്തിരിക്ക് പറയുന്നുണ്ട്. പത്തിരിയാണ് നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ പത്തിരി മതി, പൊറോട്ട വേണ്ട. പൊറോട്ട ഹെവി വേണ്ട കഴിച്ച്. മനു എന്താ അയ്യോ മനു, മറ്റേ നമ്മുടെ മനുവിൻ്റെ ഓർമ്മയായിപ്പോയി. നമ്മൾ മനുവിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നേ കൊണ്ട്. അരുണേ പറയടാ, എങ്ങനെയുണ്ട്? പത്തിരി മതി എല്ലാവർക്കും. പത്തിരിയും നൈസ് പത്തിരി വന്നിട്ടുണ്ട്. നൈസ് പത്തിരിയും കടിഞ്ചായ ഇതിൻ്റെ അകത്തായതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ. ഗ്ലാസ്സിൽ തരണമായിരുന്നു, അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. എന്തായാലും കഴിയാം. വീണ്ടും മീൻ മുട്ട. എൻ്റെ മോനെ എന്നാടാ കഴിക്കടാ. അപ്പോൾ മീൻ മുട്ട ചൂടുണ്ടാക്കിനായിരുന്നു. അവിടെ പോയിട്ട് പായസം എടുത്ത് അണ്ണാക്കി വെച്ച്, പായസം പോയിട്ട് അലുവ എടുത്ത് ചൂടോടെ അണ്ണാക്കി വെച്ച പോലെ മീൻമുട്ട എടുത്ത് അണ്ണാക്കി വെച്ച്. എടാ ചൂടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം കഴിക്കാൻ. ചാടി കയറി എടുത്ത് കഴിക്കും കേട്ടോ. കൊള്ളാം, മീൻമുട്ട കൊള്ളാം. മുട്ട കഴിച്ചാൽ മതി.
ഏ